ഇതിലെ വില്ലൻ കഥാപാത്രം കഴക്കൂട്ടം MLA മുൻ മന്ത്രിയുമായ കടകംപള്ളി സുരേന്ദ്രനാണ്. സുരേന്ദ്രനും ഈ യുവതിയെ കാത്തിരുന്നു. പക്ഷെ യുവതി പറ്റിച്ചു. യുവതി മഴയായതുകൊണ്ട് പോയില്ലെന്ന് പറഞ്ഞു. സുരേന്ദ്രൻ കുഴപ്പമില്ല, ഒരു റെയിൻ കോട്ടിട്ട് വരണം, മഴ നനയരുതേ എന്ന് കരുതലോടെ പറയുന്ന ഓഡിയോ ക്ലിപ്പ്. ഹലോ, എന്താണ് ഈ നാളെ ഇതുപോലെ തന്നെയായിരിക്കുമോ? അല്ലല്ല, ഞാൻ നാളെ എന്തായാലും ഞാൻ നാളെ രാവിലെ. അല്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ ഇനി എനിക്ക് അങ്ങനെ കബളിപ്പിക്കുന്നത് ഇഷ്ടമല്ല. അതാണ് ഞാൻ പറയുന്നത്. താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ പിന്നെ മഴയായത് കാരണം, അല്ലാതെ വേറെ ഒന്നുമല്ല. ദൈവത്തിനാണ് മഴ ആയതുകൊണ്ടാണ് ഞാൻ ഇറങ്ങാൻ. കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഇവിടുന്ന് ഇറങ്ങിയ സമയത്ത് നല്ല മഴ. ഞാൻ വിചാരിച്ചെന്നാ തോരട്ടെന്ന് വിചാരിച്ചു ഞാൻ കയറി കിടന്നു. പിന്നെ ഞാനങ്ങ് ഉറങ്ങിപ്പോയി. അത് ഞാൻ പറയുന്നത് താല്പര്യമില്ലെങ്കിൽ ഞാൻ പിന്നെ അങ്ങനെ ശല്യപ്പെടുത്തുകയില്ല. അത് എനിക്ക് അറിയാൻ. അയ്യോ, അതുകൊണ്ടല്ല. ഞാൻ എന്തായാലും നാളെ ഞാൻ വരാം. സത്യമായിട്ട് ഞാൻ വരാം. ഇന്ന് മഴയായത് കാരണമാ. അപ്പൊ നാളെ വരുമെന്നുള്ള ഇരിക്കാലോ. ഞാൻ വരും. നാളെ വരും. മഴ പെയ്താലോ? മഴ പെയ്യൂല. ഞാൻ നാളെ രാവിലെ ഇറങ്ങാം. എന്തായാലും ഞാൻ വരും. രാവിലെ ഇറങ്ങണം. വരാം. പിന്നെ ഉറങ്ങി നിന്ന് പറയരുത്. നമ്മൾ താല്പര്യം കാണിച്ച് സംഭവം. പിന്നെ വേറൊരു കാര്യം, രണ്ടാമത്തെ കാര്യം ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ. ഞാനൊന്നും തന്നെ ഇക്കാര്യത്തില് പേടിക്കേണ്ട കാര്യമില്ലല്ലോ. ഇല്ല, വേണ്ട. എന്നെ വിശ്വസിക്കും. ലോകത്താരോടും ഈ കാര്യങ്ങൾ പറയില്ലല്ലോ. ഇല്ല, ഞാൻ പറയൂല. ഉറപ്പ് തന്നെ. ഞാൻ ആരോടും പറയൂല. ശരി. കാര്യം വിശ്വസിക്കുന്നവരെ വഞ്ചിക്കുന്ന പരിപാടി എനിക്കില്ല. ശരി. അങ്ങനെ നാളെ രാവിലെ 6 മണിക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ. ഞാൻ ഇന്ന് രാത്രി ഇനി വിളിക്കണ്ടല്ലോ. വേണ്ട, ഞാൻ രാവിലെ ഇറങ്ങിക്കോളാം. എത്തിക്കോളാം. നിങ്ങൾക്ക് ഇതൊക്കെ ഇടാനില്ലേ? മറ്റേ സംഗതി എന്തോ, പിന്നെ റെയിൻകോട്ടൊക്കെ ഇല്ലേ? റെയിൻകോട്ട് വാങ്ങിക്കണോ ഇനി? അത് ശരി, വാങ്ങിച്ചില്ലായിരുന്നോ? ഉണ്ടായിരുന്നു ഒരെണ്ണം. അപ്പൊ അത് ചീത്തയായി പോയി. അപ്പൊ ഇനി ഒരെണ്ണം വാങ്ങിക്കണം. മഴയത്താണെങ്കിലും ഒരു റെയിൻകോട്ട് ഉണ്ടെങ്കിൽ സത്യത്തിൽ അത് ഇട്ട് അങ്ങ് വരാമായിരുന്നല്ലോ. വാങ്ങിക്കണം ഇനി. ഓക്കെ. അപ്പൊ ഞാൻ രാവിലെ ഇറങ്ങാം. ഓക്കെ.